ഷുഗർ ഉള്ളവർക്കും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ചായക്കടിയായിട്ടോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഏത് ഓട്സ് ആയാലും കുഴപ്പമില്ല. നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ഈ പൊടിച്ചതിന് 1 ടീസ്പൂണ് പൊടി മാറ്റി വെക്കുന്നുണ്ട്, പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് മുറിച്ച് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ഈ പൊടിയിലേക്ക് ഓട്സിൻ്റെ പൊടിയിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി വെക്കുക. അരിക്കൊന്നും വേണ്ട, കാരണം ഈ ഓട്സ് ചെറിയൊരു തരിതരിപ്പോടെയാണല്ലോ ഉണ്ടാവുക എത്ര പൊടിച്ചാലും. അപ്പോൾ അത് അരിച്ചിട്ട് കാര്യമില്ല, നന്നായി മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആപ്പിളാണ് ചേർക്കുന്നത്. ആപ്പിളിൻ്റെ ജ്യൂസാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്യുക. കട്ടി കൂടുതലാണെങ്കിൽ പിന്നീട് വെള്ളം ചേർക്കുക, പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ബനാന എടുത്തിട്ടുണ്ട്, റോബസ്റ്റാണ് കേട്ടോ. ഈ പഴം നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ഉടച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ കേക്കിന് മധുരം കൊടുക്കുന്നത് ഈ ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ പഞ്ചസാരയോ ഒന്നും ഇതിൽ ചേർക്കണില്ല, മൈദ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ സിനമൺ പൗഡറാണ് ഇട്ടത്, പട്ട പൊടിച്ചത്. അത് ഇഷ്ടമല്ലാത്തവർക്ക് വാനില എസൻസ് ഒഴിക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് മുന്തിരി ക്രാൻബെറിയൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിലത്തെ മുന്തിരിയൊക്കെ എടുത്തിട്ട് നന്നായി തുടച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച ആ പൗഡറില്ലേ അതിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഈ മിക്സിലേക്ക് ഓയിലാണ് ഒഴിച്ചത്, അതായത് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ഓയിലോ വെളിച്ചെണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലും 2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലധികം ഓയിലൊന്നും വേണ്ടാത്തൊരു കേക്കും കൂടെയാണ്. ഇനി നമുക്ക് മാറ്റി വെച്ച ഗ്രേപ്സ് ഇല്ലേ, ഉണക്കമുന്തിരി, റൈസിൻസ്, അത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഈ സമയത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ചേർക്കുക. അപ്പോൾ ഞാൻ സിലിക്കോണിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അല്ലാത്ത പാത്രത്തിലാണെങ്കിൽ ബട്ടർ പേപ്പർ ഇരിക്കണം കേട്ടോ, ഗ്രീസ് ചെയ്യണം. ഇനി മോളിൽ ഞാൻ ആ കുതിർത്ത് വെച്ച ക്രാൻബെറിയും കുറച്ച് പംകിൻ സീഡാണ് ഇടുന്നത്. നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത് അതിടാം. ഈത്തപ്പഴം മുറിച്ചതോ കറുത്ത മുന്തിരിയോ അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്കത് 180 ഡിഗ്രിയിൽ തന്നെ 35 മിനിറ്റ് ബേക്ക് ചെയ്യാം. 35-40 മിനിറ്റിൽ ബേക്ക് ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ അവനനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇത്ര സമയമാണ് വേവിച്ചെടുത്തത്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയ ശേഷം മുറിക്കാം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചായക്കടിയായിട്ടും ഉപയോഗിക്കുക, ഒരു നേരത്തെ ഭക്ഷണമായിട്ടും കഴിക്കുക കേട്ടോ. ഷുഗർ ഉള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മധുരം വേണ്ടി വരുമല്ലോ, അപ്പോൾ ചോക്ലേറ്റ് സിറപ്പോ മിൽക്ക് മെയ്ഡോ ഒക്കെ ചേർത്ത് കൊടുക്കുക.